ഭക്തിപാശം കൊണ്ട് കണ്ണനെ ഹൃദയത്തിൽ ബന്ധിച്ച കുറൂരമ്മ. പാലക്കാട് ജില്ലയിലായിരുന്നു കുറൂർമന സ്ഥിതി ചെയ്തിരുന്നത്. എന്നാൽ നാടുവാഴിയും മനയിലെ കാരണവരുമായി ചില അസ്വാരസ്യങ്ങളുണ്ടായതിനാൽ പാലക്കാട്ടു നിന്നും കുറൂർമനക്കാർ തൃശൂർ ജില്ലയിലെ വെങ്ങിലശ്ശേരി എന്ന സ്ഥലത്തേക്ക് വരികയായിരുന്നു. തുടർന്ന് വെങ്ങലശ്ശേരിയിൽ അറിയപ്പെടുന്ന മനയായി കുറൂർമന. പിന്നീട് കുറൂർമനയിലെ ഒരു നമ്പൂതിരി തൃശൂർ ബ്രഹ്മസ്വം മഠത്തിലെ വേദ അധ്യാപകനായിരുന്നു. അദ്ദേഹം കുറൂരമ്മയെ വിവാഹം ചെയ്തു കുറൂർമനയിലേക്ക് കൊണ്ടുവന്നു. അന്ന് കുറൂരമ്മയുടെ നാമം ഗൗരി എന്നായിരുന്നു. ഗൗരിയെ വേളി കഴിക്കുമ്പോൾ നമ്പൂതിരിക്ക് പ്രായം കൂടുതലുണ്ടായിരുന്നു. വേളി കഴിഞ്ഞ് മനയിലെത്തിയ ഗൗരിയുടെ കൃഷ്ണഭക്തി ധാരാളം പരിഹാസങ്ങൾക്ക് കാരണമായി. എങ്കിലും ഗൗരി കണ്ണനെ വിളിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് ഏറെ വൈകാതെ ഗൗരി വിധവയായി തീർന്നു. വിധവയായ ഗൗരിയെ അവിടെ തനിച്ചാക്കി മറ്റുള്ളവർ പോയി. വെങ്ങിലശ്ശേരിയിൽ ആ മനയിൽ ഏകാഗിയായി ഗൗരി. ഗൗരി ഭഗവാനോട് സംസാരിക്കുന്നതും മറ്റും കണ്ട് ഭർത്തൃവീട്ടുകാർ ഗൗരി ഒരു മനോരോഗിയാണെന്ന് പറഞ്ഞു. അതൊന്നും വകവയ്ക്കാതെ ലൗകിക ജീവിതത്തിൽ വിരക്തയായ ഗൗരി പിന്നീടുള്ള കാലം തൻ്റെ സർവവും ഭഗവാനിലർപ്പിച്ചു. ഒരു ഉണ്ണി പിറക്കാതെ വിധവയാകേണ്ടി വന്ന ദുഃഖം അവർ ഉണ്ണിക്കണ്ണനോടുള്ള വാത്സല്യഭക്തിയാൽ ഇല്ലാതെയാക്കി. ഏകയായി ആ ഭവനത്തിൽ മനോരോഗിയെന്നും വിധവകൾ സൽക്കർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നത് ശുഭകരമല്ലെന്നും പറഞ്ഞ് ഗൗരിയെ എല്ലാ ബന്ധുജനങ്ങളും ഒറ്റപ്പെടുത്തിയപ്പോൾ ഗൗരി കൂട്ടിന് വിളിച്ചതെല്ലാം ഉണ്ണിക്കണ്ണനെയായിരുന്നു. ആ വലിയ മനയിൽ ഒറ്റപ്പെട്ട ഗൗരി സദാസമയവും കണ്ണനോട് സംസാരിക്കാൻ തുടങ്ങി. ഏകയായി സംസാരിക്കുമ്പോൾ ഗൗരി തീർത്തും മനോരോഗിയെന്ന് മുദ്ര കുത്തപ്പെട്ടു. ദിനവും നാമജപവും മാലകെട്ടലും കണ്ണനുണ്ണിക്ക് വെണ്ണ നിവേദ്യവും ഒക്കെയായി ഗൗരി സന്തോഷത്തോടെ കഴിഞ്ഞു വന്നു. ഗൗരിക്ക് പ്രായമായപ്പോൾ നാട്ടുകാർ ഗൗരിയെ കുറൂരമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി. കുറൂരമ്മയും വില്ലുമംഗലവും പൂന്താനവുമെല്ലാം സമകാലീനരായിരുന്നു. അങ്ങനെയിരിക്കെ കുറൂരമ്മയ്ക്ക് വയ്യാതെയായി. കണ്ണനുള്ള നൈവേദ്യങ്ങളും മാലയും പൂജയുമൊക്കെ ചെയ്യാൻ ഒരു സഹായി വേണമെന്നായി. അങ്ങനെ ഒരു ദിവസം കുറൂരമ്മ കണ്ണനുള്ള നൈവേദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ അതാ ഒരു ഉണ്ണി ഉമ്മറത്ത് വന്ന് വിളിച്ചു. നല്ല ചന്തമുള്ള ഒരു ഉണ്ണി. കുറൂരമ്മ ആരാണെന്ന് ചോദിച്ചപ്പോൾ കാലിയെ മേയ്ക്കാൻ വന്ന ബാലനാണെന്ന് മറുപടി പറഞ്ഞു. അന്ന് ആ ഉണ്ണി കുറൂരമ്മയോടൊപ്പം നൈവേദ്യം തയ്യാറാക്കാനും പൂമാല കെട്ടാനും ഒക്കെ സഹായിച്ചു. അവൻ പോകുന്ന നേരം കുറൂരമ്മ അവനോട് ചോദിച്ചു, ഉണ്ണി നാളെയും വരുമോ നീ? കുറൂരമ്മ വിളിച്ചാ വരാതിരിക്കാനാകുമോ എന്നവൻ മറുപടി പറഞ്ഞു. പിന്നീട് മനയിൽ നിത്യസന്ദർശകനായി ആ ഉണ്ണി. അവൻ്റെ നാമം ഉണ്ണി എന്നാണ് കുറൂരമ്മയ്ക്ക് അറിയുക. അത് സാക്ഷാൽ ഉണ്ണിക്കണ്ണനാണെന്ന് കുറൂരമ്മ അറിഞ്ഞിരുന്നില്ല. അവൻ അമ്മയോട് കുറുമ്പുകൾ കാട്ടി. കുറൂരമ്മ അവൻ്റെ ചെവിക്ക് പിടിച്ച് തിരുമ്മി. ഇടയ്ക്ക് പപ്പടം കാച്ചിയാൽ അവൻ അതെടുത്തോടും. അങ്ങനെ പലവിധ കുസൃതികൾ. എങ്കിലും കുറൂരമ്മ അവനെ ഒരുപാട് സ്നേഹിച്ചു. ഇടയ്ക്കെല്ലാം അവൻ്റെ വികൃതി അതിരുകടന്നു. ഭഗവാന്റെ നൈവേദ്യത്തിൽ നിന്നും അവൽ വാരി കഴിച്ചു. പിന്നീട് അവലിൽ ഉമി വാരിയിട്ടു. കുറൂരമ്മയ്ക്ക് ഇത് കണ്ട് സഹിച്ചില്ല. കോപം കൊണ്ട് ഉണ്ണിയുടെ ചെവിക്ക് പിടിച്ച് തിരുമ്മിക്കൊണ്ട് പോയി കരിക്കലത്തിൽ അടച്ചു വച്ചു. പിന്നീട് വില്ലുമംഗലം ഭഗവാനെ ദർശിക്കുമ്പോൾ ഭഗവാന്റെ ദേഹം ആ സകലം കരിയായിരുന്നു. ഭഗവാൻ നടന്നതെല്ലാം വില്ലുമംഗലത്തോട് പറഞ്ഞു. പിന്നീട് വില്ലുമംഗലം കുറൂരമ്മയെ നേരിൽ കാണുകയും അമ്മയുടെ പാദനമസ്കാരം ചെയ്യുകയും ചെയ്തു. മാമുനിമാർ സംവത്സരങ്ങൾ തപസ്സു ചെയ്താൽ പോലും ദർശനം ലഭിക്കാത്ത ആ പരബ്രഹ്മം കുറൂരമ്മയുടെ സ്നേഹതാടനങ്ങൾ സ്വയം ഏറ്റുവാങ്ങുന്നു. അപ്പോൾ കുറൂരമ്മ എത്ര പുണ്യവതിയാണ്! തൻ്റെ അരികിലെത്തുന്ന ഉണ്ണി സാക്ഷാൽ ഉണ്ണിക്കണ്ണനാണെന്ന് കുറൂരമ്മ വളരെ വൈകിയാണ് അറിഞ്ഞത്. കുറൂരമ്മയുടെ വാർദ്ധക്യത്തിൽ കണ്ണൻ കൂടെയുണ്ടായിരുന്നു. കുറൂരമ്മയുടെ വിരൽ പിടിച്ച് നടത്താനും അമ്പലം ചുറ്റിക്കാനും കവിളിൽ ഉമ്മ കൊടുത്ത് മടിയിൽ കയറി ഇരിക്കാനും കുറൂരമ്മയ്ക്ക് ഭക്ഷണം വിളമ്പാനും ഒപ്പമിരുന്ന് കഴിക്കാനും
ഉമ്മറത്തിരുന്ന് നിലാവ് കാണാനും കുറൂരമ്മയെക്കൊണ്ട് കഥകൾ പറയിപ്പിക്കാനും ഒടുവിൽ കുറൂരമ്മയെ പുണർന്ന് കിടന്നുറങ്ങാനുമെല്ലാം ഉണ്ണിക്കണ്ണൻ സദാ കുറൂരമ്മയോടൊപ്പമുണ്ടായിരുന്നു. ഒടുവിൽ കുറൂരമ്മയുടെ ദേഹം പോലും ശേഷിപ്പിക്കാതെ കൂടെ കൊണ്ടുപോവുകയും ചെയ്തു ആ കണ്ണൻ. ഇന്ന് വെങ്ങലശ്ശേരിയിൽ കുറൂർ മന നിലനിന്നിരുന്ന സ്ഥാനത്ത് കുറൂരമ്മയുടെയും കണ്ണൻ്റെയും ഒരു ക്ഷേത്രമുണ്ട്. ഉണ്ണിക്കണ്ണൻ തന്നെയാണ് അവിടെ പ്രതിഷ്ഠ. അടുത്ത മഹാദേവ ക്ഷേത്രത്തിൽ നടത്തിയ ഒരു അഷ്ടമംഗല്യ ചിന്തയിലാണ് ശ്രീകൃഷ്ണ ചൈതന്യം വെങ്ങലശ്ശേരിയിലുണ്ടെന്ന് കണ്ടത്. ശ്രീകൃഷ്ണ ചൈതന്യത്തിൻ്റെ ഉറവിടം കുറൂർമന സ്ഥിതി ചെയ്തിരുന്ന ഇല്ലപ്പറമ്പിലുമാണെന്ന് കണ്ടെത്തി. ഇന്ന് അവിടെ കൃഷ്ണക്ഷേത്രമുണ്ട്. കണ്ണൻ്റെ ക്ഷേത്രം അവിടെയല്ലാതെ മറ്റെവിടെയാണ് ഉണ്ടാവേണ്ടത്? കൃഷ്ണൻ്റെ അമ്മയുടെ സ്ഥാനമാണ് കുറൂരമ്മയ്ക്ക്. യശോദാമ്മയ്ക്ക് കണ്ണൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കുറൂരമ്മയ്ക്കും കണ്ണൻ. യശോദാമ്മയോട് ആ ദ്വാപരയുഗത്തിൽ ആടിയ ലീലകളെല്ലാം തന്നെ കലിയുഗത്തിൽ കുറൂരമ്മയോടും അതേ ലീലകളാൽ കുറൂരമ്മയെ തന്നോട് ചേർത്തു കണ്ണൻ. നിഷ്കാമവും നിഷ്കളങ്കവുമായ ഭക്തിവാത്സല്യം കൊണ്ട് കണ്ണനെ മടിയിലിരുത്താൻ ഭാഗ്യം സിദ്ധിച്ച ആ പുണ്യാത്മാവിന് മുന്നിൽ അടിയൻ്റെ നമസ്കാരം.